ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ടാണ്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. നമസ്കാരം. ചിറമ്മൽ ഈനാശു ഫ്രാൻസിസ് കഠിനാധ്വാനത്തിലൂടെ ബിസിനസ് വളർത്തി വിവരണാതീതമായ വിജയം നേടി. എന്നിട്ടും അച്ഛൻ അരിക്കച്ചവടം നടത്തിയതിൻ്റെ പേരിൽ ആളുകൾ അരിപ്രാഞ്ചി എന്ന് കളിയാക്കി. അയാൾ ആ വിളിയൊന്നും മാറ്റാൻ എന്തൊക്കെ ചെയ്തു. ഒടുവിൽ ഒരു പത്മശ്രീ ഒപ്പിച്ചെടുക്കാൻ നോക്കിയ കഥ നമ്മൾ കണ്ടതാണ്. വർഗീയവാദിയെന്നും കള്ളുകച്ചവടക്കാരനും കേരള തൊഗാഡിയ എന്നുമുള്ള പേരൊന്ന് മാറ്റിയെടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ആരെ കൊണ്ടൊക്കെ എന്തെല്ലാം പറയിപ്പിച്ചു. പിണറായി വിജയൻ സരസ്വതി നാവുകാരൻ എന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തു. സുകുമാരൻ നായർ ഉജ്ജ്വലനായ സമുദായ നേതാവ് എന്ന് പുകഴ്ത്തി. എന്നിട്ടൊന്നും വർഗീയവാദി പട്ടം തലയിൽ നിന്നും മാഞ്ഞു പോയില്ല. അത് ആലേഖനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ബി ജെ പിയുമായി ഇത്രയും അടുത്ത സ്ഥിതിക്ക് സാറിനൊരു പത്മശ്രീയൊക്കെ കിട്ടേണ്ടതല്ലേ എന്ന് ഒരാഴ്ച മുമ്പ് ചോദിച്ച അഭിമുഖക്കാരിയോട് നടേശൻ മുതലാളി പറഞ്ഞത് ഏത് പട്ടിക്ക് വേണം ഇതൊക്കെ എന്നാണ്. ഇതിൻ്റെ വില പോയില്ലേ, കാശ് കൊടുത്താൽ ആർക്കാ കിട്ടാത്തത് എന്നെല്ലാമായി പറച്ചിൽ. എനിക്ക് വേണ്ട എന്നും പറഞ്ഞു. പക്ഷേ കേന്ദ്ര സർക്കാർ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചിരിക്കുന്നു. ഭാരതരത്ന പിന്നീട് കൊടുക്കും. ഈ വാർത്തയറിഞ്ഞ നടേശൻ ഉച്ചയൂണ് തൊണ്ടയ്ക്ക് വിളങ്ങി കണ്ണുമിഴിച്ചിരുന്നു. നടേശൻ ജി പറഞ്ഞതനുസരിച്ച് പുള്ളിയുടെ പട്ടിക്ക് പോലും ഈ സാധനം വേണ്ടാതാനും. പക്ഷേ കേന്ദ്രം കൊടുത്ത സുരക്ഷ വേണ്ടെന്ന് പറയില്ല കേട്ടോ. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയതറിഞ്ഞ് പെരുന്നയിൽ ഒരാൾ കസേരയടക്കം പിന്നോട്ട് വീണത്രേ. നടേശന് കേന്ദ്രം പത്മഭൂഷൺ കൊടുത്തപ്പോൾ സുകുമാരൻ നായർക്കും ഒരെണ്ണം കൊടുക്കാമായിരുന്നു. സാരമില്ല മണിച്ചേട്ടാ, നായന്മാർക്ക് പത്മവിഭൂഷൺ ഇല്ലെങ്കിലെന്താ, പത്മ കഫയുണ്ടല്ലോ നാട് നീളെ. പത്മഭൂഷൺ കൊണ്ട് വയറ് നിറയുമോ എന്നൊരു ചോദ്യമുണ്ട്. വെള്ളാപ്പള്ളിക്കും വി എസിനും പത്മഭൂഷൺ ഒന്നിച്ച് കിട്ടിയതാണ് അത്ഭുതം. ഒരാൾക്ക് മരണാനന്തര ബഹുമതി, മറ്റേ പുള്ളിക്ക് ജീവിച്ചിരിക്കുന്നതിൻ്റെ ബഹുമതി. വി എസ് ജീവിച്ചിരിക്കുമ്പോൾ ഈ പത്മഭൂഷൺ കൊടുത്താൽ വാങ്ങുമായിരുന്നു. വി എസിൻ്റെ പരാതിയിലാണ് വെള്ളാപ്പള്ളിക്കെതിരെ അന്ന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് എടുത്തത്. ഇരയ്ക്കും വേട്ടക്കാരനും ഒരേ പുരസ്കാരം കൊടുത്ത കേന്ദ്രം കാഞ്ഞ പുള്ളികളാണ്. എ കെ ബാലൻ മുൻപ് പറഞ്ഞത് കുറുന്തോട്ടി വൈദ്യന്മാർക്കും കൈനോട്ടക്കാർക്കും മഷിനോട്ടക്കാർക്കും വരെ മോദി സർക്കാർ പത്മഭൂഷൺ കൊടുക്കുന്നുവെന്നാണ്. നടേശന് കൊടുത്തത് ഇതിലേത് വകുപ്പിൽപ്പെടുത്തണം ബാല? മഹാനായ മമ്മൂട്ടിക്കൊപ്പം വെള്ളാപ്പള്ളിക്കും പത്മഭൂഷൺ. എന്ത് ചെയ്തിട്ടാണെന്ന് മാത്രം ചോദിക്കരുത്. രണ്ടു വള്ളത്തിൽ ചവിട്ടി നിന്നാലുള്ള ഗുണങ്ങൾ ഇതൊക്കെയാണ്. രണ്ട് കൂട്ടരും വള്ളം അടുപ്പിച്ചു കൊടുക്കുന്നതിനാൽ കാല് കീറിപ്പോകില്ല. എൻ്റെ പട്ടിക്കും വേണ്ട പത്മഭൂഷൺ എന്ന് വീമ്പടിച്ച വെള്ളാപ്പള്ളി ഇന്നലെ അങ്ങ് പ്ലേറ്റ് മാറ്റി. നടേശൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കാശ് കൊടുത്താൽ ഈ സാധനം കിട്ടും. അതിന് ചുമന്ന് വീട്ടിലെത്തിച്ചാൽ മാത്രം മതി. അപ്പോൾ മുതലാളി എത്ര കൊടുത്തു കാണും? എനിക്ക് പുരസ്കാരം വേണ്ട എന്ന് എന്താണ് പറയാതിരുന്നത്? അങ്ങനെയെങ്കിൽ നട്ടല്ലെന്നൊരു സാധനം നിങ്ങൾക്കുണ്ടെന്ന് മനുഷ്യർക്ക് തോന്നിയേനെ. ഇദ്ദേഹത്തിൻ്റെ നിലപാടില്ലായ്മ ഇതോടെ മനസ്സിലായില്ലേ? ഇന്നലെ പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ടുണ്ട്. ഈ പുരസ്കാരം ഞാൻ എൻ്റെ സമുദായത്തിന് കൊടുക്കുകയാണത്രേ. പുരസ്കാരം കൊടുത്തില്ലെങ്കിലും അവരോട് കളിപ്പിച്ചു മേടിച്ച കാശങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന വെള്ളാപ്പള്ളി സമുദായത്തിന് നിത്യവും നൽകുന്ന സംഭാവനകൾ ചില്ലറയൊന്നുമല്ല. 4 നേരം വീതം വർഗീയത മാത്രം പറയുന്ന സമൂഹം കലക്കിയ ഒരു മനുഷ്യന് പത്മ പുരസ്കാരം നൽകി ആദരിച്ച കേന്ദ്ര സർക്കാരിൻ്റെ വിശാലമായ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. പിണറായി മാത്രമല്ല, മോദിയും വെള്ളാപ്പള്ളിയെ താലോലിക്കുകയാണ്. മകൻ മുഴുത്ത പാർട്ടിയുമായി എങ്ങോട്ടും പോകാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ബി ജെ പിയുടേത്. രാജ്യം നൽകുന്ന ഉന്നത ബഹുമതിയെ അവഹേളിച്ച വെള്ളാപ്പള്ളി നടേശന് തന്നെ അത് നൽകി കേന്ദ്രം നാടിനെയാകെ കൊഞ്ഞനം കുത്തി. ഏതെങ്കിലും മേഖലയിൽ രാജ്യത്തിന് നൽകുന്ന വിശിഷ്ട സേവനം പരിഗണിച്ചാണ് ഈ പുരസ്കാരങ്ങൾ നൽകുക. ഈ വെള്ളാപ്പള്ളി സമൂഹത്തിനും സ്വന്തം സമുദായത്തിനും രാഷ്ട്രീയത്തിനും നൽകിയ വിശുദ്ധ സേവനം എന്താണാവോ? നാട്ടിൽ വർഗീയത പ്രചരിപ്പിക്കുക, ദുഷ്ടലാക്കോടെ പിണറായി സർക്കാരിനെ പ്രീതിപ്പെടുത്തുക, നാടുനീളെ കേന്ദ്രം നൽകിയ സുരക്ഷയിൽ നടന്ന് മറ്റുള്ളവരെ തെറി വിളിക്കുക, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ഊളംപാറയ്ക്ക് വിടണമെന്ന് വിളിച്ചു പറയുക, അവർക്ക് വട്ടാണെന്ന് ആക്ഷേപിക്കുക, ഓന്തിനേക്കാൾ വേഗത്തിൽ നിറം മാറുക. കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവൻ റേപ്പ് കേസിൽ പ്രതിയായിട്ടും അവാർഡ് നൽകി ആദരിച്ച പിണറായി സർക്കാരിനെ പോലെ നാടറിഞ്ഞ വർഗീയവാദിയെ പത്മ പുരസ്കാരം നൽകി കേന്ദ്രം ഇതാ ആദരിച്ചിരിക്കുന്നു. നാളെ അഴിമതി കേസിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വന്നാൽ പത്മഭൂഷൺ നടേശൻ എന്ന് വിളിക്കേണ്ടി വരില്ലേ? മാൻഹോളിൽ വീണു മരിച്ച നൗഷാദിൻ്റെയും ആലുവാപ്പുഴയിൽ മുങ്ങി മരിച്ച ശാശ്വതീകാനന്ദയുടെയും ഒക്കെ ആത്മാക്കൾ പോലും നിലവിളിക്കുന്നുണ്ടാകും ഇപ്പോൾ. മമ്മൂട്ടിക്കും വി എസിനും ഈ പുരസ്കാരത്തിന് യാതൊരു യോഗ്യതയുമില്ല. നടേശൻ മുതലാളിക്ക് മാത്രമേ അർഹതയുള്ളൂ. നടേശൻ മുതലാളിയുടെ സാമൂഹിക സേവനം എക്കാലത്തും ഒളിമങ്ങാത്തതാകുന്നു.
പലിശ നടേശനും കേരള തൊഗാഡിയയുമായ വെള്ളാപ്പള്ളിക്ക് ഉന്നതമായ പുരസ്കാരത്തിന് ശുപാർശ ചെയ്തത് ആരായിരിക്കുമോ? ഇനി പിണറായി നേരിട്ട് വിളിച്ച് മോദിജിയോട് പറഞ്ഞതാകാനും സാധ്യതയുണ്ട്. ഇതൊന്നും കാണാൻ സുകുമാർ അഴീക്കോട് ഇവിടെ ഇല്ലാതെ പോയത് ഭാഗ്യം. ഈ പുരസ്കാരം എന്നെപ്പോലെ ഒരാൾക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ്, പൊറുക്കണമെന്ന് വെള്ളാപ്പള്ളി രാജ്യത്തോട് പറയണം. അല്ലെങ്കിൽ അരിപ്രാഞ്ചി ചെയ്ത പോലെ പേരുദോഷം മാറ്റാൻ വെള്ളാപ്പള്ളി കാശ് കൊടുത്ത് തരപ്പെടുത്തിയതാണ് പുരസ്കാരമെന്ന് ജനം ധരിക്കും. ജാതി കോമരങ്ങൾക്കും ഇത്തരം പുരസ്കാരം ലഭിക്കും എന്ന് വന്നാൽ എന്തായിരിക്കും നാടിൻ്റെ അവസ്ഥ? കൊടുങ്ങല്ലൂരിലെ കോമരങ്ങൾക്ക് കൊടുത്താൽ അവർ ചെയ്യുന്ന അനുഷ്ഠാനത്തോട് പ്രതിബദ്ധതയുണ്ടായിട്ടാണെന്ന് പറയാം. സകല മനുഷ്യരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായ കേരളത്തെ വർഗീയ ഭ്രാന്തന്മാർക്ക് എറിഞ്ഞുകൊടുത്ത വെള്ളാപ്പള്ളിയെ പത്മഭൂഷൺ കടാക്ഷിച്ചു തറഞ്ഞ് ഓന്തുകൾ വരെ തലതല്ലി ചിരിച്ചു ചാവുകയാണ്. സത്യത്തിൽ മമ്മൂക്കയാണ് ഗതി കെട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് കൊടുത്ത അതേ സ്ഥാനം എനിക്കും കിട്ടി. ഇഹലോക നായന്മാരെ സമുദ്ധരിക്കാൻ നടക്കുന്ന സുകുമാരൻ നായർക്ക് പത്മ കഫേ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വെള്ളാപ്പള്ളി പോയി പത്മഭൂഷൺ നടേശനായി തിരിച്ചു വരുമ്പോൾ സുകുമാരൻ നായർ കൊച്ചാട്ടൻ വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കണം. നായാടിയെ മുതൽ നസ്രാണിയെ വരെ ജായൻ്റാക്കാൻ ഇറങ്ങിയ നടേശനെ പിണ്ടിയടക്കം വിലയ്ക്ക് വാങ്ങാൻ രാജ്യത്തിൻ്റെ അന്തസ്സുള്ള പുരസ്കാരത്തെ നാണം കെടുത്തരുതായിരുന്നു കേന്ദ്രമേ. പത്മഭൂഷൺ അല്ല ഭാരതരത്ന കിട്ടിയാലും അരിപ്രാഞ്ചിയെ ഈനാശു ഫ്രാൻസിസ് എന്ന് വിളിക്കാൻ തൃശ്ശൂർക്കാർക്ക് കഴിയില്ല. അതുപോലെയാണ് വെള്ളാപ്പള്ളിയുടെയും അവസ്ഥ. ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമെന്ന കാഡ്ബറീസിൻ്റെ പരസ്യം പോലെയാണ് വെള്ളാപ്പള്ളിയുടെ അവസ്ഥ. കുന്നായ്മയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാഞ്ഞിട്ടും ആശാന് നിറയെ ബഹുമതികളാണ്. അഭിനയ തികവിനാണ് മമ്മൂട്ടിക്ക് ആദരം. മാധ്യമ മേഖലയിലെ സജീവ സാന്നിധ്യമാണ് പി നാരായണൻ. 3-ാം വയസ്സ് മുതൽ വയലിനിൽ വിരൽ ചേർത്ത് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്നയാളാണ് എൻ രാജം. തൊഴിലാളികളുടെ വീരനായകനാണ് VS. പക്ഷേ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്ത കേന്ദ്രത്തിന് എന്തിൻ്റെ കേടായിരുന്നു? നാവഴിഞ്ഞാട്ടത്തിനും നെറികേടുകൾക്കും പുരസ്കാരം കൊടുത്തു തുടങ്ങിയോ കേന്ദ്രം? മാധ്യമപ്രവർത്തകർക്ക് നേരെ വായിൽ വിരലിട്ട് കാണിക്കുകയും അവരെ നാക്ക് കടിച്ച് ഭയപ്പെടുത്തുകയും ആട്ടുകയും തെറി പറയുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിയെയാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായി കാണുന്നത്. നാട്ടുകാരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ജലബോംബിന് ഒടുക്കത്തെ ആയുസുണ്ടെന്ന് പ്രഖ്യാപിച്ച പിണറായിയുടെ പ്രീതി നേടിയ ജസ്റ്റിസ് KT തോമസിനും കിട്ടി പുരസ്കാരം. 2 സർക്കാരുകളെയും കേന്ദ്രത്തെയുമാണ് KT തോമസിൻ്റെ ഒറ്റ വാക്ക് രക്ഷിച്ചത്. VSന് വേണ്ടി കുടുംബം പുരസ്കാരം കൈപ്പറ്റുമോ എന്തോ? പത്മ പുരസ്കാരം, താമ്രപത്രം മുതലായവ ഭരണകൂട ബഹുമതികളാണെന്നും അത് കമ്മ്യൂണിസത്തെ ദുർബലപ്പെടുത്തുന്നതുമാണ് പാർട്ടി നിലപാട്. അയ്യോ, കേന്ദ്രം നൽകിയതൊന്നും പിണറായി വാങ്ങിച്ചിട്ടില്ല. അത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഒതുക്കത്തിൽ എന്തും ഒപ്പിച്ചെടുത്തിട്ടാണ് ഈ വീമ്പ് പറച്ചിൽ. പിണറായി വിജയനായിരുന്നു കേന്ദ്രം പത്മവിഭൂഷണം സമ്മാനിക്കേണ്ടിയിരുന്നത്. നായാടി നസ്രാണി സംയോജനത്തിലൂടെ വെള്ളാപ്പള്ളി നേടുന്ന വോട്ടിൻ്റെ പകുതി അടിച്ചെടുക്കാമെന്ന് കേന്ദ്രം കരുതുന്നു. അല്ലെങ്കിൽ അഴിമതി ആരോപണം നേരിട്ട് സാമൂഹ്യ സ്പർദ്ധ വളർത്തുന്ന ഒരു ജാതി സംഘടനയുടെ നേതാവിനെ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകി ആദരിക്കുമോ? രാഷ്ട്രീയ പത്മം വിരിയിക്കാനിറങ്ങിയ കേന്ദ്രം VSലൂടെ CPMനെയും വെട്ടിലാക്കി. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിറത്തിന് കേന്ദ്രം നൽകിയ ഈ അംഗീകാരം മതന്യൂനപക്ഷങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കും. വെള്ളാപ്പള്ളിക്ക് നൽകിയ പത്മഭൂഷണം എനിക്ക് വേണ്ട എന്ന് ആരെങ്കിലും നാളെ മുതൽ പറഞ്ഞു തുടങ്ങുമോ എന്തോ? കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് കേന്ദ്രമാണ് ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പത്മഭൂഷൺ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.